ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ നാടിനെപ്പറ്റി, എൻ്റെ ഈ ആരക്കുഴയുടെ സൗന്ദര്യത്തെപ്പറ്റി. പാടവും ചെളിയും നെല്ലുമൊക്കെ അതിൽപ്പെടും. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു എൻ്റെ കുട്ടിക്കാലം. എല്ലാം പച്ചപ്പായിട്ട് തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. പ്രത്യക്ഷത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ ഉൾപ്രദേശത്ത് കാണുന്നില്ല. പൂർവികരായി കിട്ടിയ ഈ കൃഷിസ്ഥലവും പറമ്പും അങ്ങനെ തന്നെ നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ നടുവിലേടത്ത് കുടുംബം ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഈ വരമ്പിലൂടെ അതിരാവിലെ എൻ്റെ അപ്പച്ചി മടി പിടിച്ച് എന്നെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ നടുവിലേടത്ത് തറവാട്. ഞാൻ കളിച്ചു വളർന്ന എൻ്റെ വീട്. എൻ്റെ അപ്പച്ചി തികഞ്ഞ ഒരു കർഷകനാണ്. നല്ല ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് അപ്പച്ചി. ഒരു ദൈവഭക്തൻ. മിച്ചിയെ, ഇച്ചിരി വെള്ളം വേണമായിരുന്നല്ലോ. ഇപ്പം വേണ്ട. മിച്ചിയെ, ആരാ വിജയ്? ആരാ? നല്ലോണം നോക്കിയേ. അച്ഛനാ? ആ, അതാരാ അപ്പച്ചിയുടെ? ആ, എല്ലാവരുടെ അച്ഛനാ. ആ, മിച്ചി അവിടെ ഇരിക്കുമ്പേ. ഇവിടെ ഫ്രാൻസി അച്ഛനാ അപ്പച്ചിയുടെ മകൻ. അറിഞ്ഞില്ലേ? ആ, എപ്പോഴാ വന്നെന്നെങ്കിലും ചോദിച്ചേ. ഇതാണ് എൻ്റെ അപ്പച്ചൻ. ഞങ്ങളെ അപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മിഷണറി ജീവിതത്തിൽ എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും. എൻ്റെ ചെറുപ്പകാലം മുതൽ എന്നെന്ന് മാത്രമല്ല ഞങ്ങളെ എല്ലാവരെയും വളരെ സ്ട്രിക്റ്റായിട്ടാണ് കൊണ്ടുവന്നത്. രാവിലെ എഴുന്നേറ്റാൽ പള്ളിയിൽ പോകണം. അത് കർക്കശമായിരുന്നു. പള്ളിയിൽ പോയില്ലെങ്കിൽ വഴക്ക് പറച്ചിലും ചിലപ്പോൾ അടിയൊക്കെ വെച്ച് തരുമായിരുന്നു. സ്കൂളിൽ പോകണം. എല്ലാ കാര്യങ്ങളിലും ഭയങ്കര കർക്കശമായിരുന്നു. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ കുടുംബം ഞങ്ങളെ ഇതുപോലെയുള്ള ശിക്ഷണത്തിൽ വളർത്തിയതിൻ്റെ ഒരു ഫലമായിരിക്കാം. ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പം ഞങ്ങൾ 2 അച്ഛന്മാരുമുണ്ട്, ഒരു സിസ്റ്ററുമുണ്ട്. 8 മക്കളിൽ 3 പേര് മിഷണറി ജീവിതത്തിനായിട്ട് തിരിച്ചിട്ടുണ്ട്. പിച്ചേ, ഏറ്റവും ഇളയ അനുജനാണ്. അനുജനും ഭാര്യയും, അനുജന് 2 പിള്ളേരുണ്ട്. അവരാണ് ഇവിടെ താമസിക്കുന്നത്. അവരാണ് ചാച്ചനെ അമ്മച്ചിനെയും നോക്കുന്നത്. ചാച്ചന് 89 വയസ്സായി. ഒരു 2-3 വർഷമായിട്ട് ഓർമ്മ കുറവാണ്. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് അത്ര നല്ല ഓർമ്മയില്ല. അധികം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം പറയും, ആളെ മനസ്സിലായി എന്നൊക്കെ പറയും. ചിലപ്പോൾ ആരെങ്കിലും വന്ന് എന്നെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഒരു ചിരിയായിരിക്കും. അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നായിരിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വളരെ ദൂരെയാണ്. ഇപ്പോൾ യുഗാണ്ടയിലാണ് ജോലി ചെയ്യുന്നത്. എന്നിരുന്നാലും എനിക്കറിയാം, എല്ലാ ദിവസവും എന്നെ ഓർത്ത് എൻ്റെ പേരൻസ്, പ്രത്യേകിച്ച് പേരൻസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുപോലെ ഞാനും അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം മനസ്സിലായോ? ഇപ്പോഴാണ് മനസ്സിലായല്ലേ? ഉമ്മ കിട്ടിയപ്പോഴ്. ഈ ലോകത്തിലെ എൻ്റെ റിയൽ ഹീറോ ആണ് എൻ്റെ അപ്പച്ചി.
ഞങ്ങൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പകർന്നു തന്ന 2 നിധികളാണ് ദൈവസ്നേഹവും പിന്നെ ഈ കൃഷിയും. ഈ നിധികളാണ് ഒരു വ്യക്തിയെ മനുഷ്യസ്നേഹിയാക്കി മാറ്റുന്നത്. ഇച്ചിരി അകത്തി പിടിക്കാട്ടി കറ പറ്റും ഇല്ല ഇത് കഴിയാ പോണല്ലേ? പിന്നെ കഴിയാ പോവും. അമ്മയുടെ പഴയ തുണിയെല്ലാം ഇരിപ്പുണ്ട്. ഇതും കൂടെ ഒന്ന് പൊട്ടിക്കട്ടെ. ഇതുണ്ടോ? കണ്ടു. എത്ര നല്ല കായാന്ന് നോക്കിയേ. ഇതുപോലത്തെ 10-50 വണ്ടി 1 കിലോ 50 വേണം 1 കിലോ. പിന്നെ വേണ്ടേ? അത് ഉണങ്ങി കഴിഞ്ഞു പിന്നെ കനമുണ്ടോ? പിന്നെ കനയില്ലേ? 50 കൂടുതൽ വേണോ? തൊണ്ട് വെള്ളക്കള തൊണ്ട് വെള്ളേ കളയണോ? അവിടെ നിന്ന് പൊളിക്കേ, അല്ലിയാക്കരുത്. ഇനി അടുത്ത കാര്യം. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടത്തേക്ക് ചെല്ലുമ്പോൾ എറാത്തിരുന്ന് തൊണ്ട് വിളിക്കാം. അവിടെ ചാണകമുണ്ട്, ഇങ്ങോട്ട് മാറി കിടക്ക്. ഞാൻ പിടിക്കാം. അമ്മച്ചിയുടെ നിരന്തരമായ പ്രാർത്ഥനയാണ് എന്നെ ഒരു മിഷണറി വൈദികനാക്കിയത്. എൻ്റെ ദൈവവിളിയുടെ സുന്ദര മുഹൂർത്തങ്ങളെ അമൂല്യ രത്നങ്ങളായി ഇന്നും എൻ്റെ മനസ്സിൻ്റെ ചെപ്പിൽ ഞാൻ സൂക്ഷിക്കുന്നു, എൻ്റെ നാഥനു വേണ്ടി. എന്താ വല്ല ആലോചനയിലാന്ന് തോന്നണല്ലോ. ഇതെന്താ ഇത്ര ഗാഢമായിട്ടിരുന്ന് ചിന്തിക്കാൻ? പറഞ്ഞ സമയത്ത് തന്നെ വന്നല്ലോ. പിന്നെ ഇവിടെ തന്നെ ഇരിക്കണപ്പോ ആ എക്സ്പീരിയൻസ് കേൾക്കാനുള്ള ആകാംക്ഷയുടെ ഓടി വന്നതല്ലേ? അത് ശരി, എന്നതാ കേൾക്കണ്ടേ? അവിടുത്തെ ജീവിതം, ആഫ്രിക്കൻ ജീവിതം. ഞാൻ ഒരു 2 വർഷത്തേക്ക് എൻ്റെ പഠനകാലത്ത് ഗാനാക്ക് പോയ കാര്യം ഓർക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് വന്നിട്ട് തിരിച്ച് വന്നിട്ട് തിയോളജി പഠനമൊക്കെ കഴിഞ്ഞ് പട്ടം കിട്ടി. എനിക്ക് പിന്നെ 2ാമത് പെർമനൻ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഗാനായ്ക്ക് തന്നെയാണ്. അപ്പോൾ ഗാനായ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയെങ്കിലും അങ്ങോട്ട് പോകാനുള്ള വിസ ശരിയായില്ല സമയത്തിന്. അപ്പോൾ അന്നേരം ഒരു വിസ കിട്ടുന്ന സമയം വരെ എന്നോട് പറഞ്ഞു എവിടെ വേണമെങ്കിലും പോയി മിഷൻ എക്സ്പീരിയൻസ് നോക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഒറീസയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു ഒറീസയിൽ വരുവാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ മിഷനൊക്കെ കണ്ട് എക്സ്പീരിയൻസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ യെസ് എന്നും പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ പോയി. ഭാരതത്തിൻ്റെ കിഴക്കേ തീരത്തുള്ള ഒരു സുന്ദര സംസ്ഥാനം ഒറീസ. ഒറീസ ഇപ്പോൾ ഒഡീഷ എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഗോത്രവർഗങ്ങളുടെ വൈവിധ്യം കൂടിയാണ് ഒഡീഷ. ഇന്ന് മിഷണറിമാരുടെ പ്രധാന പ്ലാറ്റ്ഫോം കൂടിയാണ് ഒഡീഷ. ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഒഡീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ അനുദിന പ്രാർത്ഥനകളിൽ ഒഡീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടുത്തെ ഭാഷ ഒഡിയ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമാണ്. 7 മാസക്കാലം ഞാനിവിടെ ഉണ്ടായിരുന്നു. SVDയുടെ ചോട്ടാ നാഗപ്പൂർ മിഷണറി ആയിട്ടായിരുന്നു ഒഡീഷയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തത്. झुमी झुमी गाए माना प्रभुंकर जय गाना, झुमी झुमी गाए माना प्रभुंकर जय गाना, हालेलुया गाए मो प्राण, हालेलुया गाए मो प्राण. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് ഒഡീഷ സ്ഥിതി ചെയ്യുന്നത്. ഭുവനേശ്വരാണ് ഒഡീഷയുടെ തലസ്ഥാനം. ഒഡീഷയിലായിരുന്ന ആ സമയം ദൈവം എല്ലാം ക്രമീകരിക്കുന്നുണ്ടായിരുന്നു. हालेलुया गाए मो प्राण, हालेलुया गाए मो प्राण. അങ്ങനെ ഈ റീജൻസി കാലത്താണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ തരുന്നത്? റീജൻസി സമയത്ത് റീജൻസിക്ക് വേണമെങ്കിൽ പുറത്ത് പോകാനുള്ള ഓപ്ഷനുണ്ട്. അത് ഇന്ത്യയിലാണെങ്കിൽ 1 വർഷമേ ഉള്ളൂ. പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ പോവുകയാണെങ്കിൽ 2 വർഷം ചെയ്യണം, ഭാഷ പഠിക്കാനുള്ള എല്ലാം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാനത് കാരണം ഗാനായ്ക്ക് ഓപ്റ്റ് ചെയ്ത് എനിക്ക് ആ ഓപ്ഷൻ സാങ്ഷനായി കിട്ടി. ഞാനത് കാരണം ഗാനായ്ക്ക് പോയി. ഇപ്പോൾ വീണ്ടും ഓർഡിനേഷന് കഴിഞ്ഞ് എനിക്ക് ഗാനായിലേക്ക് പെർമനൻ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി, മിഷൻ അപ്പോയിൻമെൻറ്റ്.
അപ്പോൾ നമുക്ക് ഏത് രാജ്യം വേണം ഏത് രാജ്യത്തല്ല, SVDs ഏതെല്ലാം മിഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ കൂടുതലും മിഷൻ മേഖലകൾ ആ സമയത്ത് SVDs ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആഫ്രിക്കയിലാണ്. അത് കാരണം ഞാൻ ആഫ്രിക്കയിലേക്ക് ഓപ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടുകയും ചെയ്തു. അതിന് ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ ഇന്ന രാജ്യത്ത് പോകാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഗാനയ്ക്ക് പോയ പരിചയമുള്ളതുകൊണ്ട് ഗാനയ്ക്ക് തന്നെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഒരു 7-8 മാസത്തോളം ഞാൻ ഒറീസയിലുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വിസ ശരിയായി. അപ്പോൾ ഞാൻ ഗാനയ്ക്ക് പോയി. ആഫ്രിക്കൻ വൻകരയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള രാജ്യമാണ് ഘാന. പുരാതനമായ ഒട്ടേറെ ഗോത്ര സാമ്രാജ്യങ്ങളുടെ നാടാണിത്. ഘാന എന്ന പദത്തിൻ്റെ അർത്ഥം പോരാളികളുടെ രാജാവെന്നാണ്. ഘാന സാമ്രാജ്യത്തിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത്. കലയും കായികവും ഒത്തുചേർന്ന ഒരു സംസ്കാരത്തിൻ്റെ വേറിട്ട കാഴ്ച കൂടിയാണ് ഘാന. ഫുട്ബോളും ബോക്സിങ്ങും ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന 2 പ്രധാന കായിക വിനോദങ്ങളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പുരോഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഘാന. ഞാൻ ആദ്യം പഠിച്ചത് ചുവി എന്ന ഭാഷയാണ്. കൂടെ തന്നെ ഇവിടുത്തെ കൊക്കംബോ ഭാഷയും പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. ഗാനയിൽ ചെന്നപ്പോൾ ഞാൻ പഴയ ആദ്യം റീജൻസിക്ക് എന്നപ്പോൾ പഠിച്ച ആ ഭാഷ തന്നെയാണ് വീണ്ടും എന്നോട് പഠിക്കാൻ പറഞ്ഞത്. അത് എളുപ്പമായിരുന്നു. ഭാഷ പഠിക്കാനായിട്ട് ഒരു 6 മാസത്തോളം ഞാൻ അവിടെയുള്ള ഒരു വീട്ടിൽ താമസിച്ച് അവരുടെ കൂടെ അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കി അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളും അവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്തു തന്നത്. അതുപോലെ ഞാൻ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ അവരെന്നെ കണക്കാക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെയും അവരുടെ കൂട്ടത്തിലുള്ള ജീവിത രീതി. ഈ ഘാനയുടെ പഴയ പേര് ഗോൾഡ് കോസ്റ്റ് എന്നായിരുന്നു. കൊക്കംബോ ഗോത്രവർഗക്കാരായിരുന്നു ഞാൻ ചെന്ന ഈ സ്ഥലത്തുണ്ടായിരുന്നത്. ഇവരെ സംബന്ധിച്ച് ജീവിതമെന്നും ഒരു ആഘോഷമാണ്. പ്രകൃതിയെ ആരാധിക്കുന്നവരായിരുന്നു കൊക്കംബോക്കാർ. 6 മാസം കൊണ്ട് ഇവരുടെ ഭാഷ ഞാൻ ഏതാണ്ട് നന്നായിട്ട് പഠിച്ചെടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ആ പാരീഷിൽ തന്നെ അസിസ്റ്റന്റ് പാരീഷ് പ്രീസ്റ്റായിട്ട് അപ്പോയിൻമെൻറ്റും കിട്ടി. എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടവും ബഹുമാനവുമായിരുന്നു ഇവിടെ. ഇവർ ഈ കപ്പ പൊളിക്കുന്നത് കണ്ടോ? ഇത് ഫൂഫു എന്ന ഭക്ഷണം ഉണ്ടാക്കാനാണ്. പകുതി വേവിച്ച കപ്പയും ഏത്തക്കയും കൂട്ടി ഇടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി സൂപ്പും കൂട്ടി കഴിക്കും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ആഫ്രിക്കയിൽ കാര്യം പറഞ്ഞാൽ അവിടെ ക്രൈസ്തവരുണ്ട്, പക്ഷേ ക്രൈസ്തവ കുടുംബങ്ങളില്ല. ഒരു വീട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഭർത്താവ് ക്രിസ്ത്യനായിരിക്കും, ഭാര്യ ചിലപ്പോൾ വേറെ വല്ലോ വിശ്വാസത്തിലുള്ളവരായിരിക്കും, മക്കളാണെങ്കിൽ ചിലപ്പോൾ ഒരു വിശ്വാസവും ഇല്ലാത്തവരൊക്കെ അങ്ങനെയായിരിക്കും. അപ്പം ക്രിസ്തീയ കുടുംബങ്ങളെന്ന് പറയാൻ പറ്റില്ല, ക്രിസ്ത്യാനികളെന്ന് നമുക്ക് പറയാം. ആ ക്രിസ്ത്യാനികളിൽ തന്നെയാണെങ്കിൽ തന്നെ കത്തോലിക്കർ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും എന്നെയൊക്കെ വളരെ കാര്യമായിരുന്നു. കാര്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയുള്ള ജീവിതമൊക്കെയാണ് അവരുടെ. എന്നാലും ഉണ്ടല്ലോ, നമ്മളൊക്കെ അവരുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ ഞാനിപ്പോൾ അവരുടെ കൂടെ ഒരു പാരീഷിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ അകലെയായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ പാരീഷിലേക്ക് പോകുന്നത്. അവർ എനിക്ക് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരുന്നു. ഏറ്റവും നല്ല ഭക്ഷണം അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. എന്നാലും എനിക്ക് ഏറ്റവും നന്നായിട്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിലൊക്കെ ഇരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. നിലത്ത് ഇരുന്നൊന്നല്ല. അതിപ്പോൾ ആഫ്രിക്കയിൽ എവിടെയാണെങ്കിലും കസേരയിട്ട് മേശയിട്ടൊക്കെ ഇരുന്ന അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. പിന്നെ ഞാൻ ഈ 2ാമത് ജോലി ചെയ്ത അവരുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ആണുങ്ങളെല്ലാവരും കൂടെ വലിയൊരു പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പി അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ സൂപ്പ് ഒഴിച്ച് എല്ലാവരും ഒരു പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു പാത്രത്തിൽ കഴിക്കും. അത് കഴിഞ്ഞ് വേറെ
പാത്രം എടുത്ത് അതുകൊണ്ട് മുമ്പിൽ വയ്ക്കുന്നു, അതിൽ നിന്ന് കഴിക്കുന്നു. അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ രീതി എന്നാന്ന് വെച്ചാൽ നമ്മുടെ പണ്ടൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലൊരു മിഷൻ പിരിവെന്നും പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ? അത് മിഷൻ പിരിവിന് എല്ലാ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് ലേലം വിളിച്ച് അതിൽ നിന്ന് പൈസ മേടിക്കുന്ന ഒരു പരിപാടി അല്ലേ? അതുപോലെ തന്നെയാണ് അവിടെ ഒരു പരിപാടിയുണ്ട്. അവിടെ ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്നാണ് അവർ പറയുന്നത് അതിന്. എന്ന് വെച്ചാൽ കൃഷി ചെയ്തെടുക്കുന്ന അവർക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല വിളവ് അവർ പള്ളിയിൽ ഒരു ദിവസം കൊണ്ടുവരുന്നു. അപ്പോൾ അടുത്തുള്ള പള്ളിയിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാവരെയും ക്ഷണിക്കുന്നു. അവർ പള്ളിയിൽ കൊണ്ടുവരുന്നു. കുർബാന കഴിയുമ്പോൾ ഇത് ലേലം വിളിയാണ്. അത് അവർക്കറിയാം ഇത് ലേലം വിളിക്കുന്നതിൻ്റെ കാരണം പള്ളിക്ക് പൈസ ഉണ്ടാക്കി എന്തെങ്കിലും ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു ചിലപ്പോൾ ആടിനെ കൊണ്ടുവരും, ചിലപ്പോൾ കോഴിയെ കൊണ്ടുവരും, ചിലപ്പോൾ താറാവിനെ കൊണ്ടുവരും. ചിലപ്പോൾ അവർ ആ താറാവിനെ കൊണ്ടുവന്നിട്ട് അവർ തന്നെ ആയിരിക്കും അതിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ജീവിതം ഇവർ ആഘോഷമാക്കി മാറ്റുകയാണ്. എന്തിന്? ജനനവും മരണവും ഒരേപോലെയാണ് ഇവർ ആഘോഷിക്കുന്നത്. ഷെയറിംഗ് മെന്റാലിറ്റി ഉള്ളവരാണ് ഇവിടെ ഉള്ളവരിൽ അധികവും. കുർബാന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു രസകരമായ കാഴ്ച എന്താണെന്നറിയാമോ? സ്തോത്രക്കാഴ്ചയുടെ സമയത്ത് ആരെങ്കിലും പൈസ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവൻ്റെ കയ്യിൽ നിന്നും കടം മേടിക്കും. എന്നിട്ട് അത് തമ്പുരാന് കാഴ്ച സമർപ്പിക്കും. മിക്കവാറും കയ്യിൽ എന്തുണ്ടോ അത് മുഴുവൻ സ്തോത്രക്കാഴ്ചയായിട്ടിടും. അതെന്നെ ഒത്തിരിയേറെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അന്നെന്നുള്ളതിനെപ്പറ്റി മാത്രം ചിന്തിക്കും. നാളെയെക്കുറിച്ച് ഇവർക്ക് യാതൊരു ആകുലതയുമില്ല. ഇവർക്ക് കുർബാനയാണെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ദൈർഘ്യം വേണം. എല്ലാ ഞായറാഴ്ചകളും ആത്മീയതയുടെ വലിയ ഒരു ആഘോഷമായിട്ടാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പം ഞാനിപ്പോൾ സാമ്പിളിയിൽ ഞാൻ പറഞ്ഞില്ലേ 14 വർഷത്തോളം ഞാനവിടെ താമസിച്ചു. അപ്പോൾ ഞാനവിടെ താമസിച്ച സമയത്ത് എനിക്ക് മാത്രമാണ് ഒരു വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ സ്കൂളുകളൊക്കെ ഉണ്ട്, പക്ഷേ വളരെ പരിതാപകരമായിരുന്നു സ്കൂളുകളുടെയൊക്കെ അവസ്ഥ. അതുപോലെ തന്നെ പള്ളിയുടെ കീഴിലൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഏറ്റവും അടുത്ത ആശുപത്രി 20 കിലോമീറ്റർ പോകണം. അപ്പോൾ പലപ്പോഴും ഈ ഡെലിവറി കേസസും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി കേസസും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ പാമ്പ് കടിക്കുന്ന പാമ്പുള്ള സ്ഥലമാണ്. ഒത്തിരി പേര് പാമ്പ് കടിയേറ്റ് മരിക്കുന്നുണ്ട്. അവിടെയുള്ള പാമ്പെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വളവളപ്പൻ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മൂർഖനുണ്ട്. പക്ഷേ ഒരുതരം വളവളപ്പനുണ്ട്, അതിനാണ് ഏറ്റവും വിഷമുള്ളത്. ഒത്തിരി പേര് ഞാനവിടെ ഇരുന്ന കാലത്ത് ഒത്തിരി പേര് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ക്ലിനിക്ക് ഉണ്ട്, പക്ഷേ അവിടെ അവർക്ക് വണ്ടിയൊന്നുമില്ല. അപ്പോൾ പലപ്പോഴും അച്ഛനാണെങ്കിൽ തന്നെയും പലപ്പോഴും എനിക്ക് തോന്നുന്ന ഞാൻ അവിടെ താമസിച്ച ഒരു 14 വർഷത്തിനിടയ്ക്ക് 100 പ്രാവശ്യമെങ്കിലും രോഗികളെയും കൊണ്ട് രാത്രിയിൽ പല ആശുപത്രികളിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പാമ്പടി ഏറ്റതായി അല്ലെങ്കിൽ പ്രസവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെ രാത്രി ചിലപ്പോൾ ഈ ആശുപത്രി ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവർ പറയുന്നത്, ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, നിങ്ങൾ അടുത്ത ആശുപത്രി കൊണ്ടുപോകുമോ. അടുത്ത ആശുപത്രി എന്ന് പറയുന്നത് ഒരെണ്ണം 57 കിലോമീറ്റർ അകലെയാണ്. ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ഡോക്ടറില്ല, അടുത്ത ആശുപത്രി കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അത് ഏതാണ്ട് 100 കിലോമീറ്ററോളം അകലെയാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു 11 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. പക്ഷേ ഇങ്ങനെ ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞാലും എത്ര ക്ഷീണിച്ചായാലും തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. ഒരാളെ സഹായിക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സംതൃപ്തിയുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവർ വളരെ പാവപ്പെട്ടതാണ്. എന്നിരുന്നാലും പലപ്പോഴും രാത്രി ഇവർ വന്ന് ചോദിക്കും, അച്ഛോ സഹായിക്കാവോ, ഞങ്ങൾക്കിങ്ങനെ ഒരു ആവശ്യമുണ്ടല്ലോ, അച്ഛനോ ഞങ്ങളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാവോ. ഞാൻ ഒരിക്കലും ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. എത്ര ക്ഷീണിച്ച് വന്നതാണെങ്കിൽ തന്നെ ഞാൻ അവരെ കൊണ്ടുപോയി അവരെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ചിലപ്പോൾ മിക്കപ്പോഴും തന്നെ സിസേറിയൻ ഓപ്പറേഷനൊക്കെ ആയിരിക്കും. പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ ഞാൻ ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങുമായിരിക്കും, വിളിച്ചെഴുന്നേൽപ്പിക്കും, അച്ഛോ ഗുഡ് ന്യൂസ് ഉണ്ട്, കൊച്ചാണാണ് അല്ലെങ്കിൽ കൊച്ചു പെണ്ണാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മറ്റേത് ചിലപ്പോൾ ഒരു കോഴിയും ഒരു 3-4 കാച്ചിലും അത് കൊണ്ടുവന്നിട്ടുണ്ട്.
നന്ദി പറയാനായിട്ട്. നന്ദി പറയാ. ഖാനക്കാരുടെ കറൻസിയുടെ പേര് CD എന്നാണ്. ഒരു CD ഏതാണ്ട് നമ്മുടെ 15 രൂപയോളം വരും. ഇവിടെയുള്ളവർ പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നെല്ല്, അരിച്ചോളം, നിലക്കടല, മറ്റു പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെയാണ് ഇവിടുത്തുകാരുടെ പ്രധാന കൃഷി. ഇവരുടെ കൃഷി ഇതൊക്കെയാണെങ്കിലും ഇവരുടെ പ്രധാന ഭക്ഷണ മെനുവിൽപ്പെട്ടതാണ് പട്ടിയും പൂച്ചയുമൊക്കെ. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷണം തിന്നണമെന്നാണല്ലോ നമ്മുടെ പഴഞ്ചൊല്ല്. അതുപോലെ തന്നെ ഞാൻ ഏത് പള്ളിയിൽ എന്താവശ്യത്തിന് വേണ്ടി പോയാലും ചെന്ന് കഴിഞ്ഞ് ഞാനിപ്പോൾ അവരോട് പറയാതെ അവിടെ ചെന്നാലും സംഗതികളൊക്കെ കഴിയുമ്പോഴത്തേനും അവർ ഭക്ഷണം ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് പോരാൻ നേരത്തെ ഞാൻ നോക്കുമ്പോൾ വണ്ടിയിൽ ഒന്നുകിൽ കുറേ കാച്ചിക്ക, അല്ലെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ പുഴയുടെ അടുത്തായിരുന്നു, അപ്പോൾ ഇഷ്ടംപോലെ മീൻ അവർക്ക് കിട്ടും. ചിലപ്പോൾ ഉണക്ക മീൻ വണ്ടിക്ക് അകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അന്ന് രാവിലെ പിടിച്ച മീനാണെങ്കിൽ ഇന്ന് വലിയൊരു മീൻ കൊണ്ടു തന്നിട്ട് അച്ഛൻ ഇത് കൊണ്ടുപോയി കറി വയ്ക്കാൻ പറഞ്ഞുകൊണ്ട് അതും തന്നു വിടും. അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഈ വേനൽക്കാലത്ത് അവർക്കൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവർ ഈ പിള്ളേരെല്ലാവരും കൂടെ ഈ പാടം മുഴുവനും കത്തിക്കും. അത് കത്തിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ചെറിയ ചെറിയ എലികളുണ്ട്, ഇത്രച്ചേ ഉള്ളൂ. അതെല്ലാം മടക്കാതെ കയറും. ഈ പിള്ളേർ അതിനെല്ലാം തല്ലിക്കൊല്ലും. എന്നിട്ട് അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആദ്യ വർഷം ഞാൻ പോയ ഒരു ദിവസം വൈകുന്നേരം കുറേ പിള്ളേർ കൊണ്ടുവന്ന ഒരു ചട്ടിക്കകത്ത് ഒരു 10-20 എലികൾ ഇതുപോലെ. ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചു. അച്ഛനിത് കഴിക്കില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, ഇതിപ്പം നിങ്ങൾ ക്ലീനൊക്കെ ആക്കിക്കൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്നാന്നും പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോയി അതൊക്കെ ക്ലീൻ ചെയ്ത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത് പാകപ്പെടുത്തി എനിക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇത്രയുള്ള ഒരു എലിയനെയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ഈ പിള്ളേർക്ക് മനസ്സിലായി എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന്. അവർ പറഞ്ഞു ഒരെണ്ണം ഇതിനെടുത്ത് വിളിച്ച് അച്ഛൻ ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് അവർ ഒരുത്തും വായിലിട്ട് കടിച്ച് പറിച്ച് അവൻ വിഴുങ്ങി. അത് കണ്ടപ്പോൾ എനിക്കും ഒരു രസം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാനും കഴിക്കാൻ തുടങ്ങി. പിള്ളേർ ഇത് വീട്ടിൽ പോയി അവരുടെ നാട്ടിൽ പോയി എല്ലാവരോടും പാട്ടാക്കി അച്ഛന് നമ്മുടെ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് നാട്ടിൽ എന്നൊക്കെ അവർക്ക് എലി പിടിക്കാൻ പോയാലോ അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടിയാലും ഒരു പങ്ക് എനിക്ക് വേണ്ടി തരുമായിരുന്നു. ഇവരുടെ നൃത്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചടുലമായ വാർ ഡാൻസ് എന്നാണ് ഇവരുടെ നൃത്തത്തെ വിശേഷിപ്പിക്കുന്നത്. സംഗീതത്തിലും കായിക ഇനത്തിലും ലോകത്തിൽ പ്രമുഖ സ്ഥാനമാണ് ആഫ്രിക്കക്കാർക്ക്, അതറിയാമല്ലോ. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും സമാധാനവും സന്തോഷവും ലഭിച്ചത് ഘാനയിലായിരുന്നു. അപ്പോഴും എൻ്റെ ആത്മാവ് യഥാർത്ഥ മിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു, അല്ല ദൈവം ഒരുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഞങ്ങളുടെ പാരീഷണർ ഒരാളും മുതലേനെ പിടിക്കാൻ പോകുമായിരുന്നു. മുതല അത് പുള്ളിക്ക് മുതല വിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്നെ വിളിക്കുമായിരുന്നു. അച്ഛോ ഒന്ന് ആശീർവദിക്കണം. ഞാൻ പോയി അതിനെയൊക്കെ ആശീർവദിച്ച് കഴിയുമ്പോൾ പുള്ളി അതിൻ്റെ നടുക്കത്തുനിന്ന് വലിയൊരു കഷ്ണം എടുത്ത് വെട്ടി എനിക്ക് തരും. അച്ഛൻ കൊണ്ടുപോയി കറി വയ്ക്കാൻ പറഞ്ഞുകൊണ്ട്. പിന്നെ മുതല മീനിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട ഒരു നല്ല അതുപോലെ തന്നെയാണെങ്കിൽ അവിടെ വെച്ചാണെങ്കിൽ തന്നെ അവർക്ക് ഈ പെരുമ്പാമ്പിനെ മീൻ പിടിക്കുന്ന വല കുടുങ്ങി കിട്ടും. അവിടെയുള്ള ഒരു ട്രൈബ് പെരുമ്പാമ്പിനെ തിന്നില്ല. അവരാണ് ഈ മീൻപിടുത്തക്കാർ. പലപ്പോഴും അവരുടെ വല ഈ പെരുമ്പാമ്പ് കയറി കളയും. പക്ഷെ എന്നാലും ഇവർ പെരുമ്പാമ്പിനെ പിടിക്കും. അത് വില്ലേജിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വില്ലേജുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അധികം പൈസയൊന്നും കൊടുക്കില്ല. എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായി ഞാനും പെരുമ്പാമ്പിനെ തിന്നുമെന്നുള്ളത്. സാധാരണ കിട്ടുമ്പോഴൊക്കെ പെരുമ്പാമ്പിനെ അവർ ആദ്യം എൻ്റെ അടുത്ത് കൊണ്ടുവരുള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ഞാൻ അത് വല മേടിക്കാനുള്ള പൈസ ഏതായാലും അവർക്ക് കൊടുക്കുന്നുള്ളത്. അത് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് പട്ടിയും പൂച്ചയും പെരുമ്പാമ്പും എലി എല്ലാം തിന്നാൻ പഠിച്ചു എന്ന് മാത്രമല്ല ഞാനത് നന്നായിട്ട് പെരുമ്പാമ്പിനൊക്കെ അതൊക്കെ
അവർ നന്നാക്കി, അതിന് പെരുമ്പാമ്പിനെ നന്നാക്കാനൊന്നുമില്ല, അതും തൊലി പൊളിച്ച് കഴിയുക, പിന്നെ വയറൊന്ന് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും ഇല്ല. പിന്നെ ആഫ്രിക്കയിൽ ഇതൊക്കെ കിട്ടുള്ളൂ, അല്ല വേറെ ഭക്ഷണങ്ങളൊന്നുമില്ലേ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഓ പട്ടീനെയും പൂച്ചനെയും തിന്നണ നാട്. ഞാൻ നോക്കിയിട്ട് ഇപ്പം നാട്ടിൽ വെച്ച് നോക്കുമ്പോട്ടുള്ള ഞങ്ങളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഒരു വിഷവും ഇല്ല, ഒരു ഒന്നും ചേർക്കാത്ത ഭക്ഷണങ്ങൾ. ഇപ്പം അവിടെയൊക്കെ ആണെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഒരു വളവും ഇടുന്നില്ല, മരുന്നും അടിക്കുന്നില്ല, നാച്ചുറലാണ് എല്ലാം ഞങ്ങൾ കഴിക്കുന്നതെല്ലാം. ഇപ്പം എൻ്റെ ആരോഗ്യം തന്നെ കണ്ടറിയാൻ പാടില്ലേ, 50-55 വയസ്സായെന്ന് എന്നെ കണ്ട ആരെങ്കിലും പറയുമോ? ചേട്ടാ നല്ല ചെറുപ്പമല്ല, തല അരച്ചത് മാത്രമല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ എല്ലാവരും പറയണേ. അപ്പോൾ ഒരു 14 വർഷത്തോളം ഞാൻ അങ്ങനെ വളരെ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. ഒത്തിരി ഡെവലപ്മെൻ്റ് ആയിട്ട് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റി. ഞാൻ ഒത്തിരി പിള്ളേരെ സഹായിച്ചു പഠനത്തിൽ. സ്കൂളിലൊക്കെ വരാൻ പിള്ളേർക്ക് താല്പര്യമാണ്, പക്ഷേ അവിടെ അടുത്തൊന്നും നല്ല സ്കൂളില്ല. അതുകൊണ്ട് അല്ല, നിങ്ങളുടെ പാരീഷിൻ്റെ കീഴിലൊക്കെ പ്രൈമറി സ്കൂളാണ്, പക്ഷേ അവിടെയൊന്നും ഈ പഠിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സിന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ വല്ല ടൗണിൽ പറഞ്ഞു വിടണം. അത് എനിക്ക് കുറച്ച് സഹായം ജർമ്മനിയിൽ നിന്ന് എൻ്റെ കുറേ ബെനഫാക്ടേഴ്സൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന സഹായം കൊണ്ട് എനിക്ക് ഒരു 40-50 പിള്ളേരെങ്കിലും നല്ല രീതിയിൽ പഠിപ്പിച്ച് ഇപ്പം അവർ നല്ല രീതിയിലാണ്. നല്ല ജോലിയായിട്ട് നല്ല കുടുംബജീവിതം കഴിക്കുന്നവരുണ്ട്. ചേട്ടാനെ വിളിക്കാറുണ്ട് അവർ? പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ മിഷൻ ജീവിതം. എത്ര നല്ല രസമാണ്. നിനക്ക് പറയുമ്പോൾ ഇത് രസമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ 14 വർഷത്തോളം ജീവിതം വളരെ രസകരമായിരുന്നു. പക്ഷേ 2012 എനിക്ക് ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഘാനയുടെ നേരെ വിപരീതമായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. ലോകത്തിൽ വെച്ച് ഏറ്റവും അപകടം നിറഞ്ഞ രാജ്യത്തേക്ക്, സൗത്ത് സുഡാനിലേക്ക്. അവിടെ കണ്ട കാഴ്ച എന്നെ ഭീതിപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നു.